ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില പാട്ടിനനുസരിച്ചിട്ട് ഫോട്ടോസ് ചേഞ്ച് ആയിട്ട് വരുന്ന റീൽസ്. അതിലാണെങ്കിൽ വളരെ നല്ല രീതിയിൽ സിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറേ ടൈം എടുക്കും. അതുപോലെ തന്നെ അതുപോലുള്ളൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷേ അതിന് പറ്റിയിട്ടുള്ള ചില ആപ്പുകളൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അതിൽ മിക്ക ആപ്പുകളും പെയ്ഡ് ആയിട്ടുള്ള ആപ്പുകളാണ്. എന്നാൽ ചില ഫ്രീ ആയിട്ടുള്ള ആപ്പുകളുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ആയിട്ടുള്ള ആപ്പിൽ എങ്ങനെ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോറി ബീറ്റ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. പിന്നെ സ്റ്റോറി ബീറ്റ് എന്ന പേരിൽ തന്നെ രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നിൻ്റെ ബീറ്റ് BEAT എന്നാണ് വരുന്നത്, എന്നാൽ മറ്റത് സ്റ്റോറി ബിറ്റ് എന്നാണ് വരുന്നത്. ബീറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇത് പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. 3 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. എന്നാൽ സ്റ്റോറി ബിറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ആഡ്സും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം ഒരു ആഡൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ അത് അൺലോക്ക് ചെയ്യാം. പക്ഷേ ആ ഒരു ആഡ് ഫുള്ള് കാണേണ്ടി വരും. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ റീൽസിന് പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ സ്റ്റോറിയൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ആഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ ഒരു വീഡിയോ ലോഡായിട്ടുണ്ട്. ലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ ആ ഒരു പാട്ടിനനുസരിച്ചിട്ട് ഈ ഫോട്ടോസ് വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യുക. താഴെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫോട്ടോസിൻ്റെ ഇത് കാണും. അതിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം എത്ര ഫോട്ടോസ് ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു റീലിന് വേണ്ടത് 10 ഫോട്ടോസാണ്. ആ 10 ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് ബട്ടൺ കൊടുക്കുക. ടിക്ക് ബട്ടൺ കൊടുത്താൽ റീലിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണിച്ചു തരും. പിന്നെ ഇവിടെ വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ വാട്ടർമാർക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ വാട്ടർമാർക്ക് ഒഴിവാക്കാൻ പരസ്യം കാണണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഒരു പരസ്യം കാണുക. ആ ഒരു പരസ്യം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അത് കഴിഞ്ഞിട്ട് പരസ്യം ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്താൽ ആ ഒരു വാട്ടർമാർക്ക് ഇപ്പം പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ സേവ് ചെയ്യാവുന്നതാണ്. മുകളിൽ സേവ് ബട്ടൺ ഉണ്ട്. സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മളോട് പരസ്യം കാണാൻ പറയും. ആ ഒരു പരസ്യം ഫുള്ളായിട്ട് കാണാം. ഫുള്ളായിട്ട് കണ്ടാൽ നമുക്ക് അത് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പം ആ ഒരു പരസ്യം നമ്മൾ ക്ലോസ് ചെയ്ത് നോക്കിയാൽ ആ ഒരു വീഡിയോ സേവ് ആവുന്നത് കാണാൻ പറ്റും. സേവ് ആയതിന് ശേഷം ഗാലറിയിൽ പോയിട്ട് നമുക്ക് ആ ഒരു വീഡിയോ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ആ ഒരു വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഇനി ഗാലറിയിൽ പോയി നോക്കിയാൽ ആ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറി ആയിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ വെക്കാവുന്നതാണ്. ഇപ്പം ഇതാണ് ആ ഒരു വീഡിയോ. അപ്പം ഇതിലിപ്പം ലോഗോയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ഫോർമാറ്റിലാണ് ഇപ്പം ഈ ഒരു വീഡിയോ സേവ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.